ഹലോ ഗൈസ്, നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു പൊതിച്ചോറ് കിട്ടിയാലോ. അതിനായിട്ടൊരു വാഴ വാട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. ചോറിട്ട ശേഷം നടുവിൽ ചെറിയൊരു കുഴി കൊഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. സാമ്പാർ ഒഴിച്ച ശേഷം നമുക്ക് ഓരോരോ കറികളായിട്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ട് പച്ചടി വെച്ച് കൊടുക്കാം ഒരു സൈഡിൽ. അത് കഴിഞ്ഞപ്പോൾ അവിയൽ വെച്ച് കൊടുക്കാം. അതിന് ചേർന്നായിട്ട് അവിയൽ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കൂട്ടുകറി വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ക്യാബേജിൻ്റെ തോരനുണ്ട്, അതൊരു സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ മത്തനും പയറും ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മാങ്ങാ ചമ്മന്തി, നല്ല ടേസ്റ്റുള്ള മാങ്ങാ ചമ്മന്തി ഉണ്ട്, അതൊരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഒരു കഷ്ണം അച്ചാറും വെച്ച് കൊടുക്കുക, നാരങ്ങ അച്ചാർ. ഇനി നമുക്ക് മുട്ട വറുത്തത് മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഇലയുടെ മുകളിലായിട്ട് മീൻ പൊരിച്ചതും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇല പൊതിയാം. രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് മടക്കിയ ശേഷം ഓപ്പോസിറ്റ് രണ്ട് സൈഡുകളും ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പേപ്പർ കൊണ്ട് അതേപോലെ തന്നെ മടക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പൊതിച്ചോറ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, ഇത് രാവിലെ മടക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് വേണം കഴിക്കണം. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം ഇത് എടുത്ത് കഴിക്കാനായിട്ട്. എന്നാലാണ് ആ ഇലയുടെ മണമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്ന് മറക്കരുതേ.